ജ്യൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചക്ക വരട്ടുന്നതാണ്. ചക്കപ്പഴം ഒരെണ്ണം നമ്മുടെ കൂട്ടുകാരി കൊച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. അതൊന്ന് വരട്ടാം. നമുക്ക് ചക്ക വെട്ടാം. നമ്മളിതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയൊന്ന് എടുത്തു കൊടുക്കുവാണ്. നല്ല മധുരമാണ്. മധുരം അടിപൊളി മധുരമാണ്. കളറ് ഇച്ചിരി ഒരു കുറവാണേലും കളറ് വലിയ കുറവില്ല, എന്നാലും കുഴപ്പമില്ലാത്ത മധുരം. നമുക്കിതൊന്ന് വിളയിച്ച് നമുക്ക് സൂക്ഷിക്കാം. പിള്ളേർക്കൊക്കെ 4 മണിക്കും കൊടുക്കാൻ പറ്റിയ സാധനമാണ്. ചക്കയെ കൊണ്ട് ചപ്പാത്തിയോ അവിടുന്ന് പോയി നമ്മൾ പെറുക്കി എടുത്തിട്ടുണ്ട്. കുരു എല്ലാം മാറ്റി ചങ്ങി എല്ലാം മാറ്റി എടുത്തിട്ടുണ്ടേ. അപ്പം ഇത് മുഴുത്ത കുരുവാണ്. അപ്പം ഈ കുരു നിങ്ങളുടെ മുന്നിൽ വേറൊരു രൂപത്തിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നല്ല എല്ലാം ചങ്ങി എല്ലാം കളഞ്ഞ് എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് നല്ല ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. ഈ ശർക്കരയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനകത്ത് വലിയ കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഇവരുടെ എല്ലാം നല്ലതാണേ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാവേ. 1 കിലോ എടുത്ത് വെച്ചു. 1 കിലോയാണേ. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. വണ്ണം പറ്റലേ. നമ്മൾ ശർക്കര പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നിർത്തി കൊടുക്കണം. കട്ടയൊന്നുമില്ലേ ശർക്കരയുടെ, എല്ലാം പാനിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നിർത്തി. ജീരകം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പം നമുക്ക് ഇത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൊടുക്കാണ്. ചെറുതായിട്ട് ഇടിയൊക്കെ മുഴുകുന്നുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാവേ. അപ്പം നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ചക്കയെ ഇത്രയും ചക്കയുടെ ചാറാവുള്ളത്. നമുക്കിതൊന്ന് ചെയ്യാവേ. ഇപ്പം നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാവേ. ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ വലിയൊരു സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം അപ്പോൾ നമ്മൾ ഇത്ര അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇപ്പം വരിക്കച്ചക്കയും ചക്കപ്പഴവും അല്ലാത്തതും കൂഴച്ചക്കയും എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒത്തിരി പേര് ഇങ്ങനെ കളയുന്നുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി സമയം മതി. നമുക്കിതൊക്കെ ഒന്ന് വളരെ നല്ലൊരു ഇളക്കി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ 4 മണിക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പിള്ളേരുടെ ഹെൽത്തിന് നല്ലതായിരിക്കുമേ. നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് പാക്കറ്റ് സാധനമൊക്കെ തിന്നുന്നതിൽ നല്ലതല്ലേ. ഇതൊന്ന് കോരി എടുക്കണേ. ഈ ചക്ക ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. ഒഴിച്ചു കൊടുത്തു.
ഇതെല്ലാം ഒന്ന് വടിച്ച് നമുക്കിടാവേ. അപ്പൊ ശർക്കര പാനിയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പൊ ഈ ഇളക്കിലാണ് കാര്യം ഇരിക്കുന്നത്. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. പിന്നോട് കൊടുത്ത് വരാൻ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ദേഹത്തൊക്കെ തെറിക്കാതൊക്കെ നോക്കണം. നമ്മുടെ ചക്ക വരട്ടിയത് നല്ല ഇപ്പം നമുക്ക് കുറച്ച് പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് പൊടിച്ച ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചുമോള് വീഡിയോ പിടിച്ചെന്നും പറഞ്ഞോണ്ട് ഞാൻ ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ. കൊച്ചുമോള് വീഡിയോ പിടിച്ചില്ല അതിനെ. കൊച്ചുമോള് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പരിപാടി ചോദിച്ചോളെ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ വറുത്ത് വെച്ചിരുന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പം എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടിന്നിലൊക്കെ ഇട്ട് സൂക്ഷിക്കാം. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുത്ത് വരുമ്പോൾ നോക്കാം. നല്ല നെയ്യ് ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്ക് വേറെ നല്ല ടേസ്റ്റാണ്. നെയ്യ് നമ്മൾ ആ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത നെയ്യില്ലേ, അത് ഉള്ളതുകൊണ്ട് ഒരു സ്പൂണ്, നല്ലൊരു സ്പൂൺ എടുത്തായിരുന്നു. ഇപ്പം നല്ലതായിട്ട് നോക്കിയത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇച്ചിരി കൂടെ ആണെങ്കിൽ നമ്മൾ തീ നിർത്തി കൊടുക്കുകയാണേ. ഇച്ചിരി കൂടെ ആണെങ്കിൽ നമ്മുടെ ചക്ക വഴറ്റി വെച്ചതാണ്. നല്ല പാത്രത്തിൽ, വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ചൂടെല്ലാം ആറി അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പം ഇത് അടയൊക്കെ ചുടുമ്പോഴാണെങ്കിലും ഇച്ചിരി ചേർത്ത് കൊടുത്ത് അട ചുടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചക്ക വരട്ടി വെച്ചാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. പിള്ളേർക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. ആ നെയ്യും ഏലക്കായും ജീരകമൊക്കെ പൊടിച്ചിട്ടതൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലുമാണ്. അപ്പം നെയ്യ് ഒരു വലിയ സ്പൂണായിട്ടിരുന്ന് അതൊക്കെ നല്ലൊരു ഇതാണ്. കേടാകത്തില്ല ഇങ്ങനെ വെച്ചാൽ. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഇങ്ങനെ വെച്ചാലും കേടാകത്തില്ല. കുറേ നാൾ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ വെച്ച്. അപ്പം ഇത് നല്ലൊരു ചക്കയൊക്കെ ഒത്തിരി ഉള്ളവർക്ക്
ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ചക്ക വരട്ടിയൊക്കെ വെച്ച് പിള്ളേർക്ക് ശരീരത്തിന് നല്ലതാണ്. ശരീരത്തിന് വണ്ണമൊക്കെ ഉണ്ടാകാനും അതല്ലാതെ ആരോഗ്യം വെക്കാനും ഒക്കെ നല്ലതാണ് ചക്ക വരട്ടിയത്. അപ്പം ഈ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ.